മറ്റൊരു വാർത്ത വരുന്നത് റഷ്യയുമായി ബന്ധപ്പെട്ടാണ്. റഷ്യയിൽ നമുക്കറിയാം, യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 5 വർഷം പിന്നിടുകയാണ്. വളരെ പെട്ടെന്ന് ഇത്തരത്തിൽ റഷ്യ യുദ്ധം വിജയിക്കും എന്നുള്ളത് അവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അത് സംഭവിച്ചിട്ടില്ല. യുദ്ധത്തിലെ കഠിന സാഹചര്യങ്ങൾക്കിടയിൽ പട്ടിണി കിടക്കേണ്ടി വരുന്ന റഷ്യൻ സൈനികർ നരഭോജികളായി മാറി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. യുക്രൈൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരാണ് ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പങ്കുവെക്കുന്നത് എന്നുള്ളതാണ്. ചില ചിത്രങ്ങളും അവർ പുറത്തുവിടുന്നുണ്ട്. റഷ്യൻ ഉദ്യോഗസ്ഥരിൽ നിന്ന് ചോർത്തിയതായി അവകാശപ്പെടുന്ന ചിത്രങ്ങളും ഓഡിയോകളും മറ്റുമാണ് യുക്രൈൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. റഷ്യൻ സൈനികരുടെ തന്നെ അവശിഷ്ടങ്ങൾ റഷ്യൻ കാലാൾപ്പട ഭക്ഷിച്ചു എന്നുള്ളതാണ് ഇത്തരത്തിൽ ആരോപണം അവർ ഉന്നയിക്കുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ തെളിവുകൾ ഉണ്ടെന്നും ഇത് സംബന്ധിച്ച ആരോപണം സൈനികരും കമാൻഡർമാരും ഉന്നയിച്ചിട്ടുണ്ടെന്നുമൊക്കെ യുക്രൈൻ രഹസ്യാന്വേഷണ വൃത്തങ്ങൾ വെളിപ്പെടുത്തുകയാണ്. ഒരു സൈനികൻ 2025 നവംബറിൽ ഡൊണസ്ക് മേഖലയിലെ മിർനോഫ്രാഡിനോടടുത്ത് 2 സൈനികരെ കൊലപ്പെടുത്തുകയും അവരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഭക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ യുക്രൈൻ്റെ ഭാഗത്ത് നിന്ന് വരികയാണ്. ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരം തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതിലൊരു സ്ഥിരീകരണമൊന്നുമില്ല. ഈ ചില ടെലഗ്രാം വിവരങ്ങളൊക്കെ യുക്രൈൻ ചോർത്തുകയും റഷ്യൻ സൈനികരുടെയും മറ്റും അതിൽ നിന്നാണ് ഇത്തരം വിവരങ്ങൾ കിട്ടിയതെന്നും മറ്റുമാണ് യുക്രൈൻ അവകാശപ്പെടുന്നത്. ഇത്തരം കാര്യങ്ങൾ, നരഭോജനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ രഹസ്യാന്വേഷണ ബറ്റാലിയൻ്റെ ഡെപ്യൂട്ടി കമാൻഡർ അടക്കം കൈമാറി എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പോഷകാഹാരക്കുറവുണ്ട്, യുദ്ധവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഭക്ഷണം കിട്ടാത്ത പശ്ചാത്തലമുണ്ട്. നിരവധി ഉദ്യോഗസ്ഥർ ഇവരുടെ ചിത്രങ്ങൾ ടെലഗ്രാമിലൂടെയും മറ്റും കൈമാറുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടാവുകയും മറ്റും ചെയ്തു എന്നാണ് യുക്രൈൻ പറയുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായും റഷ്യ നിഷേധിച്ച ഒരു പശ്ചാത്തലം കൂടി പ്രധാനമാണ്. അജയ്, ഇതിപ്പോൾ ഇങ്ങനെയൊരു വാർത്ത പുറത്തു വരുന്നു. യുക്രൈൻ, നമുക്കറിയാം, യുദ്ധമേഖലയിൽ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ഇത്തരം പ്രചരണങ്ങൾ ഉണ്ടാവാം. അതിന് സ്ഥിരീകരണമൊന്നുമില്ല. പക്ഷേ റഷ്യ നിഷേധിക്കുന്നുമുണ്ട്. ചില ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഏത് രീതിയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്? രഞ്ജിത്ത്, നമ്മൾ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ളതാണ് ഇത്തരം ചില കാര്യങ്ങൾ. ഇതിനെ സംബന്ധിച്ച് നിലവിൽ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമൊന്നുമില്ല. റഷ്യ പറയുന്നത് ഇതെല്ലാം കുപ്രചരണങ്ങളാണ് എന്നാണ്. ഇപ്പോൾ യുക്രൈൻ്റെ ഇൻ്റലിജൻസ് വൃത്തവുമായി അടുത്ത് നിൽക്കുന്ന ചില മാധ്യമങ്ങളാണ് ഇത്തരം ചില ചിത്രങ്ങൾ പുറത്തുവിട്ടത്. യുക്രൈൻ പ്രതിരോധ മന്ത്രാലയമാണെങ്കിലും ഇത് ഔദ്യോഗികമായിട്ട് കൺഫേം ഒന്നും ചെയ്തിട്ടില്ല. ഈ യുക്രൈൻ സേനയുമായിട്ട് അടുത്ത് നിൽക്കുന്ന മാധ്യമങ്ങൾ വഴി ഈ ഇത്തരം ചില ചിത്രങ്ങൾ ചോരുകയും ഇത്തരം പ്രചരണങ്ങൾ വരികയുമായിരുന്നു. എന്തായാലും നിലവിൽ ഇതെല്ലാം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലതരം ഊഹാപോഹങ്ങളിൽ ഒന്ന് മാത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഈ യുദ്ധം അത് വളരെ കടുത്ത രീതിയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, 2022 ഫെബ്രുവരി 24-നാണ് ഈ റഷ്യ യുക്രൈന് നേരെ ആക്രമണം നടത്തുന്നത്. അത് ഇപ്പോൾ 4 വർഷം പിന്നിട്ട് കഴിഞ്ഞു. ഈ 4 വർഷത്തിനിടയിൽ തന്നെ നിരവധി രക്തരൂക്ഷിതമായിട്ടുള്ള പല പോരാട്ടങ്ങൾക്കും ഇരു രാജ്യങ്ങൾക്കിടയിലും സാക്ഷ്യം വഹിച്ചതാണ്. പല ആവർത്തി, അതായത് ഇപ്പോൾ ഈസ്റ്റർ പ്രമാണിച്ച് 2 രാജ്യങ്ങളിലും കഴിഞ്ഞ വർഷവും ഈ വർഷവും വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നതാണ്. എന്നാൽ 2 തവണയും അത് ലംഘിക്കപ്പെട്ട പശ്ചാത്തലമുണ്ടായിരുന്നു. പല സമയങ്ങളിലും റഷ്യ മറ്റ് വിദേശ രാജ്യങ്ങളിലെ സൈനികരെ വരെ ഈ യുദ്ധത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ള ആക്ഷേപമടക്കം കേട്ടതാണ്. അതിൽ ഇന്ത്യയിൽ നിന്ന് പല ജോലി തേടി റഷ്യയിലേക്ക് കുടിയേറിയ സാധാരണക്കാരായിട്ടുള്ള യുവാക്കളെ വരെ ഇത്തരം യുദ്ധത്തിന് വേണ്ടി ചൂഷണം ചെയ്യപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നതാണ്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇത്തരം യുവാക്കളെയൊക്കെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. നിരവധി പേരെ ഇതിനോടകം തന്നെ തിരിച്ചെത്തിച്ച് കഴിഞ്ഞു. മലയാളികൾ വരെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടതാണ്. അപ്പോൾ അത്തരം മനുഷ്യത്വരഹിതമായിട്ടുള്ള പല അധ്യായങ്ങളും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇത്തരം ഒരു കാര്യം കൂടി അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നിലവിൽ അറിവില്ല. എന്തായാലും ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയായിട്ടുള്ളത് ഈ ഡിസംബർ കാലഘട്ടമാണ്. ഡിസംബർ, ജനുവരി തുടങ്ങി ഈ മഞ്ഞ് വീഴ്ച കൂടുതലുള്ള സമയങ്ങളിൽ ഇതുവഴിയുള്ള സൈനിക നീക്കം അത് വലിയ പ്രതിസന്ധിയിലാണ്. അതുപോലെ ഭക്ഷണക്ഷാമം ഉൾപ്പെടെ വലിയ തരത്തിൽ ഇവർ നേരിടുന്നുണ്ട്. മുൻപ് റഷ്യയിലേക്ക് അധിനിവേശം നടത്താൻ ശ്രമിച്ച ജർമ്മൻ സൈന്യത്തിനും, ഇപ്പോൾ നാസി ജർമ്മനിയുടെ ജർമ്മൻ സൈന്യത്തിനും ഇതേ അവസ്ഥ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം പ്രതിസന്ധികളാണോ ഇപ്പോൾ വീണ്ടും ചരിത്രത്തിൽ ഒരു തവണ സംഭവിച്ച അതേ കാര്യം തന്നെയാണോ ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇത് തീർത്തും ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള സംഭവമാണ്. റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം തന്നെ അവരുടെ സൈനികരുടെ ക്ഷേമത്തിന് ഒരു ശ്രദ്ധയും ചെലുത്തുന്നില്ല എന്ന് നമുക്കിതിൽ നിന്ന് പറയേണ്ടി വരും, ഇത് സത്യമാണെങ്കിൽ.
തീർച്ചയായും വലിയ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് റഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. യുദ്ധത്തിൽ അവർ വിജയിച്ചിട്ടില്ല. യുക്രൈൻ്റെ ഭാഗത്തു നിന്ന് വലിയ പ്രതിരോധം നേരിടേണ്ടി വരുന്നു. ഇതിനിടയിലാണ് സൈനികരുടെ ദുരവസ്ഥ പുറത്തു വരുന്നത്. സൈനികർ പലരും പട്ടിണിയിലാണ്, പോഷകാഹാര കുറവുണ്ട്. അവർക്ക് ഇത്തരത്തിൽ വിശപ്പ് അകറ്റാൻ വേണ്ടി സ്വന്തം കൂട്ടാളികളെ തന്നെ, കൂടെ ജോലി ചെയ്യുന്ന ആളുകളെ തന്നെ കൊന്നു ഭക്ഷിക്കേണ്ടി വരുന്നു എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം ഗതികേടിലാണ് ആ രാജ്യം എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്.